ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴമുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ വൈകിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം വേണ്ടത് നേന്ത്രപ്പഴമാണ്. നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കണം. ഇനി അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കിസ്മിസും കൂടെ എടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. കിസ്മിസും കാഷ്യും ഒക്കെ ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം 1-2 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഒരുപാടിട്ടങ്ങ് കളറൊന്നും ചേഞ്ച് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് നന്നായിട്ട് ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് ഇനി ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം ആ പഞ്ചസാരയെല്ലാം ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ 1-2 മിനിറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെ 2 മിനിറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇനി വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇനി അടുത്തതായി പഴം നന്നായിട്ട് ഇനി ഒന്ന് പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇനി ഒരു ഫോർക്കോ സ്പൂണോ കൊണ്ട് ഒന്ന് ഉടച്ചിട്ടെടുക്കണം. ഒട്ടും കട്ടകളില്ലാതെ തന്നെ നന്നായിട്ട് ഇതൊന്ന് ഉടച്ചിട്ടെടുക്കണം. പഴം ഇപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ മിക്സാണ്. അത് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 ബ്രെഡ് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചിട്ടെടുക്കണം. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1-2 ബ്രെഡും കൂടെ പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഞാനിവിടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ആ 3 ബ്രെഡ് മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസുകളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു വടയുടെ ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ആദ്യം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസുകളായിട്ട് ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം സെൻറ്ററിലായിട്ട് നമ്മൾ ഉഴുന്നുവടയൊക്കെ ഒന്ന് റെഡിയാക്കുന്നത് പോലെ ഇതുപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കാം. ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. എല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു 2 ബ്രെഡ് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം. മുട്ടയിലൊന്നും ഒന്ന് മുക്കിയെടുക്കുന്നില്ല. ഇതുപോലെ ബ്രെഡ് ക്രംസിൽ മാത്രമാണ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. ഒരെണ്ണം ഇവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം. എല്ലാം ഞാനിവിടെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അതിനായി ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് പുറം വേഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു വശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു വശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മറുവശവും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ 2 വശവും നന്നായിട്ട് ഇനി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റിയെടുക്കാം. ഒരു നേന്ത്രപ്പഴമുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക്
തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ. എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.